ഇത്രയും ധൈര്യം എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂവെന്ന് മഹാനടൻ തിലകൻ പറയുന്ന ഒരു സിനിമാ ഡയലോഗുണ്ട്. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗോവിന്ദ് പോലീസുകാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ്. പോലീസ് എന്ന് കേൾക്കുമ്പോൾ പേടി തോന്നുന്ന പ്രായത്തിലുള്ള ഒരു സാധാരണ കുട്ടി എന്നെ വീട്ടിൽ വിട്ടില്ലെങ്കിൽ ചോറ് ഇവിടെ തന്നോളൂ എന്ന് പോലീസുകാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് വൈറലായ കുഞ്ഞു ഗോവിന്ദ് ഇപ്പോൾ നാട്ടുകാരുടെ ഹീറോയാണ്. മാധ്യമങ്ങളിലൂടെ കുഞ്ഞു ഗോവിന്ദിന് ഒരു വീരപരിവേഷം ലഭിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇല്ലാത്ത പോരാട്ട ചിന്തയും പ്രതികരണ ശേഷിയുമാണ് ഈ കുഞ്ഞൻ പ്രകടിപ്പിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയ ലോകത്തിൽ നെറ്റിസൺസ് ഗോവിന്ദിനെ അഭിനന്ദിക്കുന്നത്. 10 വർഷം മുൻപ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ CPM നടത്തിയ പ്രതിരോധത്തിലേക്ക് സ്കൂട്ടറുമായി എത്തി സമരക്കാരെ ചൂണ്ടുവിരലിൽ നിർത്തിയ സന്ധ്യ എന്ന വീട്ടമ്മയാണ് ഗോവിന്ദിന്റെ ഒറ്റയാൾ പോരാട്ടം കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അന്ന് CPM ആയിരുന്നു സമരത്തിലെങ്കിൽ ഇന്ന് BJP ആണ് എന്ന വ്യത്യാസം മാത്രം. സാധാരണ ഗോവിന്ദിന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലീസ് എന്നാൽ ഭയമായിരിക്കും. അവിടെയാണ് ഗോവിന്ദ് എന്ന 5ാം ക്ലാസ്സുകാരൻ വ്യത്യസ്തനാകുന്നത്. ഒറ്റ ഡയലോഗ്, എന്നെ അപ്പുറത്താക്കിത്ത, അല്ലെങ്കിൽ എനിക്ക് ചോറ് ഇവിടെ തന്നാലും മതി, പോലീസ് ഫ്ലാറ്റ്. സമരം കഴിയുന്നതുവരെ തണലത്ത് മാറി ഗോവിന്ദ് കാത്തിരുന്നുവെങ്കിലും അപ്പോഴേക്കും ഗോവിന്ദും ഗോവിന്ദിന്റെ ഡയലോഗും $1 മില്യൺ വിലയുള്ളതായി മാറിയിരുന്നു. ക്ലിഫ് ഹൗസിന് സമീപത്ത് ദേവസ്വം ബോർഡ് ജംഗ്ഷന് സമീപത്താണ് ഗോവിന്ദിന്റെ വീട്. എന്നും ഉറക്കമുണർന്നതു മുതൽ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും അങ്ങനെ ഗോവിന്ദിനെ പോലീസ് എന്നാൽ എപ്പോഴും കാണുന്ന ചില മനുഷ്യർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തോന്നുന്ന ഭയമൊന്നും പോലീസിനെ കാണുമ്പോൾ ഗോവിന്ദിന് തോന്നിക്കാണില്ല. പോലീസും ബഹളവും എന്തിന്? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളൊക്കെ ഗോവിന്ദിന് സ്ഥിര കാഴ്ച മാത്രമാണ്. എന്നും കാണുന്ന ചില മാമന്മാർ, അവർക്കൊപ്പം ചില കുറച്ച് ആളുകൾ കൂടി ഉണ്ട് എന്നല്ലാതെ മറ്റൊരു വ്യത്യാസവും ഇന്നലെ സമരസ്ഥലത്ത് കർശനമായ പോലീസ് സെക്യൂരിറ്റി കണ്ടപ്പോൾ ഗോവിന്ദിന് തോന്നിക്കാണില്ല. അതുകൊണ്ട് തന്നെ എന്നും കാണുമ്പോൾ സലാം വെച്ചു പോകുന്നത് പോലെയായിരുന്നു ഇന്നലെയും ഗോവിന്ദിന്. അവിടെ BJPയുടെ സമരം നടക്കുകയാണ് എന്നും ബാരിക്കേഡ് മാറ്റാനാകില്ല എന്നും പാവം അവനറിയില്ലല്ലോ. സ്കൂളിൽ നിന്ന് വിശന്നു പൊരിഞ്ഞു വരുന്ന കുഞ്ഞു ഗോവിന്ദിന് അപ്പോൾ ആവശ്യം വിശപ്പടക്കാൻ ഭക്ഷണം മാത്രമായിരുന്നു. അവിടെ ഭയത്തിന് പ്രസക്തിയില്ല. പിന്നെ എന്നും പോലീസിനെ കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചോറ് വേണം, എന്നെ കടത്തിവിടൂ, അല്ലെങ്കിൽ ചോറ് ഇവിടെ തന്നാലും മതിയെന്ന് ഗോവിന്ദ് തട്ടിവിട്ടു. രംഗം ബുധനാഴ്ച ഉച്ചയോടെ നടന്ന BJPയുടെ ക്ലിഫ് ഹൗസ് ഉപരോധമാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് സമീപമാണ് കഥാനായകനായ ഗോവിന്ദിന്റെ വീട്. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതിരുന്നതാണ്. പക്ഷേ സ്കൂൾ വിട്ട് ബസ്സിൽ വന്നിറങ്ങി വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കടന്നപ്പോൾ കുഞ്ഞു ഗോവിന്ദ് ഞെട്ടിപ്പോയി. ബാരിക്കേഡ് വെച്ച് റോഡ് അടച്ചു കെട്ടിയിരിക്കുന്നു. നല്ല വിശപ്പുമുണ്ട്. ബാരിക്കേഡ് മാറ്റി വീട്ടിലെത്തിയാൽ മാത്രമേ എന്തെങ്കിലും അകത്താക്കാനും പറ്റൂ. അതിന് പോലീസ് മാമന്മാർ സമ്മതിക്കേണ്ടേ? വീട്ടിൽ പോകണമെന്നും ബാരിക്കേഡ് മാറ്റിത്തരണമെന്നും കുഞ്ഞു ഗോവിന്ദ് ആവശ്യപ്പെട്ടെങ്കിലും സമരം കഴിയട്ടെ എന്ന് പോലീസും. പിന്നൊന്നും നോക്കിയില്ല. മുഖത്ത് നോക്കി ഗോവിന്ദ് കാര്യം പറഞ്ഞു. എന്നാൽ സമരം തീരാതെ പോലീസിന് ബാരിക്കേഡ് മാറ്റാൻ കഴിയാത്ത അവസ്ഥയുമാണ്. പോലീസുകാർ ആശ്വാസവാക്കുകൾ പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിശന്നു തളർന്ന് സങ്കടത്തിലായിരുന്ന ഗോവിന്ദിന് അതൊന്നും കേൾക്കാൻ വയ്യാത്ത അവസ്ഥ. എങ്കിലും കുറെ നേരം ബാരിക്കേഡിനടുത്ത് തന്നെ നിന്ന ഗോവിന്ദ് പിന്നീട് തണലത്തേക്ക് മാറി നിന്നു. രാവിലെ 10 ആരംഭിക്കുമെന്ന് പറഞ്ഞ BJP മാർച്ച് തുടങ്ങിയതാകട്ടെ ഉച്ചയ്ക്ക് 12 കഴിഞ്ഞ്. അപ്പോഴേക്കും ചൂടും വിശപ്പും കൊണ്ട് ഗോവിന്ദ് തളർന്നു. ഇതിനിടയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ ഗോവിന്ദിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും ചൂട് കാരണം കുട്ടി തന്റെ കുപ്പിയിലെ വെള്ളം മുഖത്തേക്ക് ഒഴിക്കുന്നതുമൊക്കെ പിന്നീട് മാധ്യമങ്ങളിലൂടെ വൈറലായി. ഒടുവിൽ സമരം കഴിഞ്ഞപ്പോൾ പോലീസ് ബാരിക്കേഡ് മാറ്റി കുട്ടിയെ കടത്തിവിട്ടു. ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗോവിന്ദ്. ഇനി ഒരൽപ്പം പിന്നോട്ടു പോകാം. കാലം 2015. സോളാർ ആരോപണത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ സമരം ശക്തമാക്കിയ CPMന് മുന്നിലേക്ക് വിരൽ ചൂണ്ടി ചോദ്യവുമായി എത്തിയ സന്ധ്യ എന്ന വീട്ടമ്മ അന്ന് സമാനമായ രീതിയിൽ വൈറലായതാണ്. രാപ്പകൽ സമരം ചീറ്റിപ്പോയതോടെ CPM സമരം ദേവസ്വം ബോർഡ് ജംഗ്ഷനിലുള്ള ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് മാറ്റി. 4 ദിവസം ഉപരോധം നീണ്ടതോടെ നാട്ടുകാർ വലഞ്ഞു. പക്ഷേ സമരക്കാരെ പേടി. നാട്ടുകാർ ആരും മിണ്ടുന്നില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുമ്പോൾ മിണ്ടിയാൽ പിന്നെ അത് മതിയല്ലോ. പക്ഷേ
അവിടെയാണ് സന്ധ്യ എന്ന വീട്ടമ്മയുടെ രംഗപ്രവേശം. സ്വന്തം വീട്ടിലേക്ക് പോകാൻ വഴിയൊരുക്കാനുള്ള സന്ധ്യയുടെ ഒറ്റയാൾ പോരാട്ടം 10 വർഷങ്ങൾക്കിപ്പുറവും ആരും മറന്നു കാണില്ല. രാവിലെ സ്കൂട്ടറിൽ മക്കളെ സ്കൂളിൽ വിട്ട് തിരിച്ചെത്തിയപ്പോഴേക്കും പോലീസ് സന്ധ്യയുടെ വീട്ടിലേക്കുള്ള വഴി കുട്ടിയടച്ചു. സമരക്കാരെ നേരിടാൻ പോലീസ് കൂടുതൽ ബാരിക്കേഡ് വെച്ചതോടെ തനിക്ക് വീട്ടിൽ പോകാൻ പോലും വഴിയില്ല എന്ന് മനസ്സിലാക്കിയ സന്ധ്യ ക്ഷുഭിതയായി. ഉപരോധിക്കേണ്ട മുഖ്യമന്ത്രി പോലും അപ്പോൾ കിലോമീറ്ററുകൾ അകലെ മറ്റൊരു പരിപാടിയിലുമാണ്. അപ്പോഴേക്കും വഴി കൊട്ടിയടച്ചതിനെതിരെ സന്ധ്യയുടെ നിയന്ത്രണം വിട്ടു. അവർ പൊട്ടിത്തെറിച്ചു. സമരക്കാരോടും പോലീസിനോടും വിരൽ ചൂണ്ടി ക്ഷോഭിച്ച സന്ധ്യയ്ക്ക് മുന്നിൽ സമരക്കാരായ നേതാക്കൾ പോലും ഒന്ന് പതറി. അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രി V സുരേന്ദ്രപിള്ള എന്നിവരടക്കം സന്ധ്യയുടെ ക്ഷുഭിത യൗവനത്തിനു മുന്നിൽ പതറിപ്പോയി. ആദ്യം ദുർബലമായി പ്രതിരോധിക്കാൻ ശ്രമിച്ച കടകംപള്ളി സുരേന്ദ്രൻ പിന്നീട് സന്ധ്യയ്ക്ക് നേരെ ആക്രോശിച്ചുവെങ്കിലും സന്ധ്യയുടെ ക്ഷോഭം അടക്കാനോ അവരെ പ്രതിരോധിക്കാനോ ആയില്ല. സോഷ്യൽ മീഡിയ സന്ധ്യയുടെ ഒറ്റയാൾ പോരാട്ടത്തിന് കൈയടിച്ചു. ഇന്ന് ഗോവിന്ദിന്റെ പ്രതികരണം കണ്ടപ്പോൾ ആദ്യം ഓർത്തതും സന്ധ്യയുടെ അന്നത്തെ രോഷപ്രകടനമായിരുന്നു. ഗോവിന്ദിന്റേത് തീർത്തും നിഷ്കളങ്കമായ വിശപ്പിൽ നിന്നുയർന്ന ചോദ്യമായിരുന്നുവെങ്കിൽ സന്ധ്യയുടേത് സ്വന്തം അവകാശങ്ങൾ പോലും കൊട്ടിയടച്ച സമരക്കാരോടുള്ള നിസ്സഹായ അവസ്ഥയിൽ നിന്നുള്ള പൊട്ടിത്തെറിയായിരുന്നു. അന്നും ഇന്നും സന്ധ്യയുടെ ചോദ്യത്തിന് പ്രസക്തിയും ഏറെയാണ്. അന്ന് സന്ധ്യയ്ക്ക് കൈയടിച്ച സോഷ്യൽ മീഡിയ തന്നെ ഇന്ന് ഗോവിന്ദിന് വേണ്ടിയും കൈയടിക്കുന്നു.